അത് രാധികയുടെ മോളല്ലേ? ഈ രാധികയുടെ മോൾ എന്തിനാണ്? കൊച്ചിന്റെ പേര് മീനാക്ഷി. ഇപ്പത്തെ പെണ്ണിവിടെ എന്തോ ഒറ്റയ്ക്ക്. നമുക്ക് അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. അയ്യേ, അതാ തെണ്ടി അമ്മച്ചല്ലേ എല്ലാരെയും നോക്കുന്നത്. എന്തിനാ ഞാൻ ഇവിടെ വന്നു തന്നെ? രാഹുലല്ലേ? രാഹുൽ നിർത്ത് രാഹുൽ നിർത്തിക്കേ. ഇപ്പൊ ഇങ്ങനത്തെ പണിയും പിള്ളേർക്ക് അടങ്ങി. നമ്മുടെയൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മളിങ്ങനെ ചുറ്റി നമ്മൾ വീട്ടിൽ പോവാൻ നമുക്ക് എന്നിട്ട് അത് കഴിക്കാൻ പോലെ ഇല്ലായിരുന്നു. ഇപ്പത്തെ പിള്ളേർക്കാണെങ്കിൽ ഇതുവരെ ഒന്ന് നോക്കാം. ഇങ്ങനത്തെ പിള്ളേരൊക്കെ രാഹുൽ, നീ ഇവിടെ പോവാണ്? ഞാൻ പുറത്തേട്ട് പോവാ. രാഹുൽ ബൈ ബൈ. ഇവളുടെ പണിയപ്പൊ ഇതായിരുന്നല്ലേ? കാണിച്ചോടി നീ ഒന്ന് എനിക്കിട്ട് പണി. ഞാനന്ന് അടുക്കളയില് ഇച്ചിരി എണ്ണ താഴുന്നു. അവളുടെ അടുക്കളയിൽ നിന്നായിരുന്നു. അറിയാതൊന്ന് അവളുടെ കാല് തെറ്റി അവളെ എന്തൊക്കെയാ നിനക്കുള്ള പണി ഇന്ന് ഞാൻ തരും. അത്രയും ദേഷ്യമൊന്നും ഞാൻ ഇങ്ങനെ കൊതിച്ച് പഠിച്ചു കാണിച്ചാൽ. ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. ഹായ് അമ്മേ, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? എനിക്ക് നല്ല വിശപ്പ്. ഒന്നും കഴിച്ചില്ല രാവിലെ. എന്തെങ്കിലും കഴിക്കാനുണ്ടോ? എനിക്ക് എന്തെങ്കിലും കഴിക്കണം. എന്തെങ്കിലും ഉണ്ടോ? എടി, അമ്മയുടെ മോളെ കാര്യങ്ങൾ വരട്ടെ. മോൾക്കില്ലേ നല്ല ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കി തരാം. നിന്റെ വളർത്തി എന്നെ കൊട്ടുകുമ്പോ എന്തിനാ അടിക്കുന്നത്? പിന്നെ ഞാൻ നിന്നെ നോക്കണോടി. നിന്നെ വളർത്തിയത് ഞാൻ രാഹുലിന്റെ കൂടെ വിടാൻ അവള് വേട്ടെ പോയിട്ട് എനിക്കറിയാലോ രാജത് രണ്ടൂടെ ലവ് നമ്മളൊന്നും കാലത്ത് ഈ കുഞ്ഞൊന്നും ഇല്ലാന്നോടി കെട്ടിക്കാൻ വേണ്ടി. എന്നിട്ട് ഒരു വീട്ടിയ കാര്യം പറയട്ടെ, ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. വെയിറ്റ്, നമുക്ക് അച്ഛൻ വന്നിട്ട് നിനക്ക് അച്ഛൻ വന്നിട്ട് പറയാടി. ഈ ബുക്കും കൊണ്ട് നീ ഇവിടെ അച്ഛൻ നീ ബുക്കും ഈ പട്ടി രാജസ്ഥി പട്ടി തെണ്ടി അമ്മച്ചി ഞാൻ ആ തളക്ക് തിരിച്ചു കൊടുക്കും.